നമസ്കാരം. കേരളത്തിലെ ജലോത്സവത്തിൻ്റെ മാമാങ്കം തുടങ്ങിയിരിക്കുകയാണ് മൂലം വള്ളംകളിയോടുകൂടി. ഏറ്റവും വലിയ ലോകപ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഇന്ന് കാരിച്ചാൽ ചുണ്ടൻ നീറ്റിലിറക്കുന്ന കാഴ്ചയാണ്. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരിച്ചാൽ ചുണ്ടൻ തുഴയുന്നത് PBC ആണ്, പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അവരുടെ ഉശിരൻ പ്രകടനം നമുക്ക് എല്ലാവർക്കും അറിയാം. അവരിന്ന് നീറ്റിലിറക്കുന്ന ആവേശകരമായ ഒരു ആവേശത്തിലും അതിൻ്റെ അത്യുത്സാഹത്തിലുമാണ് ഈ നാട്ടുകാരും ഈ ജലോത്സവ പ്രേമികളുമെല്ലാം. അതിൻ്റെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഇവിടെ ഒരു വലിയ ആവേശത്തിലാണ് വള്ളം നീറ്റിലിറക്കുന്ന അതിൻ്റെ പ്രവർത്തകരാണ് ഇവിടുത്തെ. ഈ കുട്ടനാടുകാർക്ക്, അപ്പർ കുട്ടനാടുകാർക്കും ജലമേളയും ജലോത്സവം എന്ന് പറഞ്ഞാൽ അത്രയും ആവേശമാണ്. അപ്പം എന്താണ്ട് ഇവരൊക്കെ തന്നെയാണ് രാവിലെ അതിൻ്റെ അലങ്കാര പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. മുകളിലെ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച, അതുപോലെ ആരാധനാലയങ്ങളിലൊക്കെ ചർച്ചുകളിലൊക്കെ പൂജിച്ച മാലയും അതുപോലെ കൊടിതോരണങ്ങളെല്ലാം കൊണ്ട് വർണ്ണമനോഹരമായിരിക്കുന്നതാണ്. ഒരു ക്ഷേത്രോത്സവം എങ്ങനെയാണോ നടക്കുന്നത് അതേ രീതിയിലാണ് ഏകദേശം ഈ ഒരു വള്ളം നീറ്റിലിറക്കുമ്പോൾ ഭക്തിയും ആചാരങ്ങളും എല്ലാം സംരക്ഷിക്കുന്നത്. കൊടിതോരണങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ ഈ കുരുത്തോലകൾ കൊണ്ട് അലങ്കൃതമായ ഈ വള്ളപ്പുരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ തന്നെ ഇവിടെ ഗണപതി ഹോമം മറ്റ് കർമ്മങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഇതൊക്കെ കാണുവാൻ നമുക്ക് പറ്റും. ചോദിക്കാം, അത് PBCയുടെ സെക്രട്ടറിയാണ്. പേര്? എൻ്റെ പേര് സുനീർ എന്നാണ്. സുനീർ, ഇപ്പം നിങ്ങളെല്ലാം വിജയം കൊയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഈ പ്രാവശ്യം നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ്? എന്തൊക്കെയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ? എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ? വളരെ നല്ല രീതിയിൽ വിപുലമായിട്ട് തന്നെയാണ് ഇത്തവണത്തെ ഉള്ളത്. കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് 4 വർഷം ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 5ാമത്തെ വിജയമാണ്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും 5 വിജയം ഒരുമിച്ച് നേടിയിട്ടില്ല. അതിൻ്റെ പടിവക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഒരുങ്ങി തന്നെയാണ് പോകുന്നത്. ക്യാമ്പുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്താണ് ഇപ്രാവശ്യത്തെ ഒരു ഉന്നം? ഞങ്ങളുടെ ഉന്നം റെഗുലർ ആയിട്ടുള്ള 5ാമത്തെ ട്രോഫിയാണ്. അതായത് പൊള്ളാത്തുരുത്തി ബുള്ളപ്പിന് 7ാമത്തെ ട്രോഫിയാണ്. റെഗുലറായിട്ട് കണ്ടിന്യൂ ആയിട്ട് 4 ട്രോഫി വിൻ ചെയ്ത് നിൽക്കുന്നു 4 വള്ളത്തിൽ. 5ാമത്തെ, അതായത് ഫേബുലസ് 5 എന്നാണ് ഞങ്ങളുടെ ഫേബുലസ് 5ലേക്കുള്ള തുടക്കം ഇന്ന് കുറിക്കുകയാണ്. പാടത്തെ പൊങ്കുയിലേ പുന്നരപ്പാട്ടൊന്നു പാടാമോ? പാടത്തെ പൊങ്കുയിലേ പുന്നരപ്പാട്ടൊന്നു പാടാമോ? ഈ വള്ളം ഇറക്കുന്ന സൗകര്യത്തിനാണ് മടലിലാണ്, ഓല മടൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടാണ്, ഇതിൽ കൂടെയാണ്. അപ്പം തെന്നി മാറുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങ് കടവ് വരെ മടൽ നിരത്തിയിരിക്കുകയാണ്. ഈ വർഷത്തെ വള്ളങ്ങളെ കുറിച്ച് ഞങ്ങളുടെ കരിച്ചവള്ളം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് ചെറിയ നിരാശാജനകമായുള്ള വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ വളരെ ചില രീതിയിൽ ഞങ്ങൾക്ക് പരാജയങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ വർഷം ശക്തമായ രീതിയിൽ ഞങ്ങൾ വള്ളം പുതുക്കപ്പെടുന്നതിന് ശേഷം നല്ലൊരു ടീമിനെ തിരിച്ചേൽപ്പിച്ച് നമ്മുടെ വിജയം ട്രോഫി കരിച്ചാക്കരെ കൊണ്ടെന്നുള്ള ആഗ്രഹം, കരക്കാരുടെ ആഗ്രഹം, അത് ഞങ്ങൾ കമ്മിറ്റിക്കാർ ഏറ്റെടുക്കുകയും ഉദ്യോഗം തുടങ്ങി ഏറ്റെടുക്കുകയും ഞങ്ങൾ ശക്തമായിട്ട് BBC ആയിട്ട് ബന്ധപ്പെടുകയും ഞങ്ങൾ ഒന്നിച്ച് ഷേക്കാൻ കൊടുത്തിരിക്കുകയാണ്. ഈ വർഷത്തെ നെഹ്റു ട്രോഫി മുതൽ സീബിലുകളിലെ മുഴുവൻ ട്രോഫി, പായിപ്പാട്ട് ജലോത്സവം വരെ PBC കൊണ്ട് തുഴയിച്ച ട്രോഫി കരിച്ചാക്കരയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം. അതിന്റെ എല്ലാമായ ശ്രീ മനോജ് സാറിന് ക്ഷണിക്കുകയാണ്. മനോജ് സാറിന് ബൊക്ക കൊടുക്കാൻ വേണ്ടി കാരിച്ചാൽ ചുണ്ടമണ്ഡലത്തിലെ ക്യാപ്റ്റൻ ശ്രീ പ്രസാദ് വനശ്ശേരി ക്ഷണിക്കുന്നു. സെക്രട്ടറി സുനീർ സാറിനെ ക്ഷണിക്കുന്നു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.
കരിച്ച ചുണ്ടമ്പളത്തിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് മുംബൈയിലുള്ള അപ്പാർ കേബിൾ സൊല്യൂഷൻ എന്ന കമ്പനിയുടെ കേരളത്തിലെ ഏരിയ മാനേജറാണ്. അവരാണ് ഈ തവണത്തെ കരിച്ചവളത്തിൻ്റെ മെയിൻ സ്പോൺസർ. അവരുടെ സ്പോൺസർഷിപ്പിൽ കൂടിയാണ് നമ്മൾ ഇത്തവണ നമ്മുടെ എല്ലാ കഴിവുകളും പ്രകടമാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആനന്ദിയെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ആനന്ദി, യു ക്യാൻ സേ ഫ്യൂ വേർഡ്സ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളെ കേരളത്തെക്കുറിച്ച് ആരോട് പറഞ്ഞാലും ആദ്യം മനസ്സിൽ വരിക ഒരു വള്ളംകളി, വള്ളം കാര്യങ്ങളാണ്. അപ്പോൾ വളരെയധികം കേരളത്തിന് പൈതൃകമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമാകാൻ, അത് കമ്പനിയുടെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാൽ വളരെ നിമിത്തമായിട്ട് ഞാൻ കരുതുന്നു. കാരിച്ചാൽ ചുണ്ടനും അത് തുഴയുന്ന BBC ക്ലബിനും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഈ വർഷത്തെ നെഹ്റു ട്രോഫി കാരിച്ചാൽ ചുണ്ടനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. പുഞ്ചപ്പാടത്തെ പൊങ്കുയിലേ പുന്നരപ്പാട്ടൊന്നു പാടാമോ? ആ പുഞ്ചപ്പാടത്തെ പൊങ്കുയിലേ പുന്നരപ്പാട്ടൊന്നു പാടാമോ? ആ കന്നിക്കൊച്ചിനു കല്യാണമുണ്ടെന്നു ഞാൻ അറിഞ്ഞതു നേരാണോ? ആ കന്നിക്കൊച്ചിനു കല്യാണമുണ്ടെന്നു ഞാൻ അറിഞ്ഞതു നേരാണോ? ആ കായലിനക്കര കണ്ണത്ത ദൂരത്ത മാടത്തിലാണോ നിന്മാരൻ? ആ കായലിനക്കര കണ്ണത്ത ദൂരത്ത മാടത്തിലാണോ നിന്മാരൻ? കളിവഞ്ചിയേറി തുഴഞ്ഞു വന്നത്തേക്ക് കളിവാക്കു വല്ലതും ചൊല്ലിയിട്ടുണ്ടോ? പുഞ്ചപ്പാടത്തെ പൊങ്കുയിലേ പുന്നരപ്പാട്ടൊന്നു പാടാമോ?